ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സജീഷ് ഗോവിന്ദൻ. ഒരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, 1 മിനിറ്റിൽ താഴെയുള്ള ഷോർട്ട് ഡ്രൈവിംഗ് ടിപ്സുകൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സജീഷ് ഗോവിന്ദൻ എന്ന എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക. ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാർ ആക്സസറീസുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് റിവ്യൂ ചാനലായ സ്പെഷ്യൽ ഐ ബൈ സജീഷ് ഗോവിന്ദൻ എന്ന യൂട്യൂബ് ചാനൽ കാണുക. ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് വണ്ടികളൊക്കെ ഓടിക്കുന്ന സമയത്ത് ഉള്ളൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്ക വണ്ടികൾക്കും പവർ സ്റ്റിയറിംഗ് ആണുള്ളത്. അപ്പോൾ അത്തരം വണ്ടികൾ ഓടിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യം ശ്രദ്ധിക്കാനുണ്ട്. പല ആളുകൾക്കും ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളെപ്പറ്റി വലിയൊരു അറിവുണ്ടാവില്ല. അപ്പോൾ അത്തരം ആളുകളാണ് പലപ്പോഴും അപകടത്തിൽ ചെന്നപ്പെടുന്നത്. നമുക്കറിയാം, പവർ സ്റ്റിയറിംഗ് ഒക്കെ ഉള്ള വണ്ടി നമ്മൾ ഓടിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്ന് വണ്ടി ഒന്ന് ഓഫായി കഴിഞ്ഞാൽ പിന്നീട് സ്റ്റിയറിംഗ് വർക്കാവുകയില്ല. നിങ്ങളത് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? സ്റ്റിയറിംഗ് വർക്കാവാതെ പിന്നീട് നിങ്ങൾ ഓഫായ സമയത്ത് സ്റ്റിയറിംഗ് തിരിച്ചു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ലോക്കായി പോവുകയും ചെയ്യും. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നമുക്കുണ്ടാവും. അപ്പോൾ എപ്പോഴും വണ്ടി ഓഫായി പോവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കാതെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ പലപ്പോഴും അപകടം ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ ഒരു ഇറക്കത്തിലൊക്കെയാണ് ഡ്രൈവ് ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കുക. അവിടുന്ന് വണ്ടി പെട്ടെന്ന് ഓഫായി പോയി കഴിഞ്ഞാൽ സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോൾ അപ്പോഴേ നഷ്ടപ്പെട്ടു. പിന്നെ സ്റ്റിയറിങ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല. ഇത് കൂടാതെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വണ്ടി ഓഫായി കഴിഞ്ഞാൽ വണ്ടിയുടെ ബ്രേക്ക് സിസ്റ്റം വർക്കാവുകയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പവർ ബ്രേക്കാണ് നമ്മുടെ വണ്ടിയിലുള്ളത്. അപ്പോൾ ആ പവർ ബ്രേക്ക് പവർ റെസിസ്റ്റോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ചവിട്ടിക്കഴിഞ്ഞാൽ നോർമലി നമുക്ക് വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്ന പോലെ നമുക്ക് നിർത്താനോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല. പക്ഷേ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ബ്രേക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വളരെ ശക്തമായിട്ട്, അതായത് നോർമലി നമ്മൾ ചവിട്ടുന്നതിന് പകരം 5-6 ഇരട്ടി പ്രഷർ കൊടുത്ത് നമ്മൾ ചവിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഭയങ്കര ഹാർഡായിട്ട് നമ്മൾ നല്ല പ്രഷറോട് കൂടിയിട്ട് അല്ലെങ്കിൽ നല്ല ശക്തിയിൽ നമ്മൾ ചവിട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് അത് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ. അത് നിങ്ങളെപ്പോഴും മനസ്സിലാക്കണം. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് ഇങ്ങനെയുള്ള അവസ്ഥ വന്നു കഴിയുമ്പോൾ പരിഭ്രാന്തരാകുന്ന ആളുകളുണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു ഇറക്കത്തിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുന്നു, ആ ഒരു സമയത്ത് വണ്ടി ഓഫായി പോയി എന്ന് നിങ്ങൾ വിചാരിക്കുക. ഇതെങ്ങനെയാണ് ഓഫായി പോകുന്നത് വളരെ സിമ്പിളാണ്. ഇപ്പോൾ നമ്മൾ 4th ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുന്നു, ഒരു ഇറക്കം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ വിചാരിക്കാം. ആ ഒരു സമയത്ത് നിങ്ങൾ ബ്രേക്ക് ചവിട്ടി വണ്ടി നല്ലോണം സ്ലോ ആക്കി, അതായത് ഒരു 2nd ഗിയറിൻ്റെ സ്പീഡിലേക്കൊക്കെ വന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് പറ്റും? വണ്ടി ഓഫായി പോവും. കാരണം നിങ്ങൾ 4th ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, പക്ഷേ നിങ്ങൾ സ്പീഡ് നല്ലോണം കുറച്ചു. അങ്ങനെ കുറച്ചത് കൊണ്ട് വണ്ടി ഓഫായി പോയി. അങ്ങനെ ഓഫായി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്? അങ്ങനെ ഓഫായി കഴിഞ്ഞാൽ സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോൾ കിട്ടുകയില്ല, അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ കൺട്രോൾ കിട്ടുകയില്ല. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളാണ് പലപ്പോഴും ഉണ്ടാവുക. അപ്പോൾ എപ്പോഴും നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കി ഡ്രൈവ് ചെയ്യുക. ഒരു കാരണവശാലും വണ്ടി ഓഫായി പോവാതെ നിങ്ങൾ നോക്കണം. അപ്പോൾ ഇത് പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയിലാണ് പ്രധാനമായിട്ടും ഈ ഒരു പ്രശ്നം വരുന്നത്. അതായത് വണ്ടി ഓഫായി കഴിഞ്ഞാൽ കൺട്രോൾ നഷ്ടപ്പെടുന്നു എന്നൊരു പ്രശ്നം. നിങ്ങൾ തിരിക്കുന്ന സമയത്ത്, അതായത് നിങ്ങളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഈ സ്റ്റിയറിംഗ് തിരിക്കാൻ പറ്റുന്നില്ല, ഹാർഡായി പോയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുന്ന് വീണ്ടും തിരിക്കുകയല്ല ചെയ്യേണ്ടത് സ്റ്റിയറിംഗ്. ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്രയും പെട്ടെന്ന് എൻജിൻ ഓൺ ആക്കാനാണ് ശ്രമിക്കേണ്ടത്. വേറെ എന്തെങ്കിലും ഒന്നും അവിടെ ചെയ്തിട്ട് കാര്യമില്ല. ക്ലച്ചും ബ്രേക്കും ചവിട്ടി പിടിച്ച് നിങ്ങൾ എൻജിൻ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാതെ നിങ്ങൾ അവിടെ നിന്ന് സ്റ്റിയറിംഗ് തിരിക്കാനോ ഒരുപാട് ബ്രേക്ക് ചവിട്ടാനോ ഒന്നും ശ്രമിച്ചിട്ട് കാര്യമില്ല. ഇനി വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ട് സ്റ്റാർട്ടാവാത്ത പ്രശ്നമാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനേ പറ്റും. അതായത് ഹാർഡായിട്ട് ബ്രേക്ക് ചവിട്ടാനും അതേപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആക്കിയിട്ട് വണ്ടി നിർത്താനൊക്കെ നിങ്ങൾ നോക്കുക. പക്ഷേ അതല്ലാതെ നമ്മളുടെ ഡ്രൈവിംഗ് മിസ്റ്റേക്ക് കൊണ്ടാണ് വണ്ടി ഓഫായി പോയതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഉടനടി ഇത് ചാവി ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ പേടിക്കാതിരുന്നാൽ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ അധികം ടെൻഷൻ എടുത്തുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അല്ലാതെ നിങ്ങൾ നല്ല ധൈര്യത്തിൽ ഓടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ചാവി തിരിച്ച് വണ്ടി ഓൺ ചെയ്യുക, എൻജിൻ ഓൺ ചെയ്യുക. എൻജിൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് നിങ്ങൾ ബ്രേക്ക് സിസ്റ്റം ഓക്കെ ആയിട്ടുണ്ടാവും, അതേപോലെ തന്നെ സ്റ്റിയറിങ്ങും ഓക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുക. പല ആളുകൾക്കും ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. പല ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, വണ്ടി ഓഫായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അപ്പോൾ എന്തുകൊണ്ടാണ് ഓഫായി പോകുന്നതിനുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞു. എപ്പോഴും ഇറക്കത്തു നിന്നൊക്കെ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിച്ച് തന്നെ വണ്ടി എടുക്കുക. പിന്നെ ഒരിക്കലും ഓഫായി പോകരുത്. അപ്പോൾ ഗിയർ എപ്പോഴും ലോവർ ഗിയറിൽ നിങ്ങൾ വണ്ടി ഓടിക്കുക. ലോവർ ഗിയറിൽ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല. ടോപ്പ് ഗിയറിലൊക്കെ ഓടിക്കുന്ന സമയത്താണ് ഇതൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇത്തരം സാഹചര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞു. അതേപോലെയൊക്കെ നിങ്ങൾ പിന്നെ ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുക. എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക. വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.